ഇല്ല ചേരു. എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോണമെന്ന് അച്ഛനാണ് ഇന്ദ്രേട്ടനോട് ആവശ്യപ്പെട്ടതെങ്കിലും അച്ഛനും രഘുവേട്ടനും ഇവിടെ ഇല്ലാത്തപ്പോ എനിക്ക് നിങ്ങളെയൊക്കെ തനിച്ചാക്കി ഇവിടുന്ന് പോകാൻ പറ്റുമോ? അച്ഛൻ പോയത് രഘുവേട്ടനെ അമ്പിളി ചേച്ചിയും തറവാട്ടിലുണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കില്ലേ? അപ്പൊ പിന്നെ ബാക്കിയെല്ലാം മറന്ന് അവരിങ്ങോട്ട് വരുമായിരിക്കും. ഞാൻ ഉടനെ ഇന്ദ്രേട്ടന്റെ കൂടെ പോണമെന്നാണോ നിന്റെ ആഗ്രഹം? അങ്ങനെയല്ല ചേച്ചി. അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹം ഇന്ദ്രേട്ടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണില്ലേ? അച്ഛൻ നമ്മളെല്ലാവരെയും കല്യാണം കഴിപ്പിച്ച് അയച്ചത് വലിയ പ്രതീക്ഷയോടെയാ. ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്നത് കാണാൻ അച്ഛന് വലിയ ആഗ്രഹമുണ്ട്. പെൺമക്കളുടെ കാര്യത്തിൽ എല്ലാ അച്ഛന്മാരും അത് തന്നെ ആഗ്രഹിക്കാം. ചില ബന്ധങ്ങളൊക്കെ തകർന്നു പോകുന്ന മനസ്സിലാക്കാം. പക്ഷേ നമ്മുടെ അച്ഛന്റെ 3 മക്കളും ഇപ്പോ ഭർത്താക്കന്മാരുമായിട്ട് അകന്ന് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുകയല്ലേ. അത് തന്നെയാണ് അച്ഛന്റെ ഏറ്റവും വലിയ ദുഃഖമെന്ന് എനിക്കും അറിയാം ചേച്ചി. അച്ഛന്റെ ആഗ്രഹം പോലെ ഇന്ദ്രേട്ടൻ തിരിച്ചു വന്നില്ലേ? ശബരി അതുപോലെ തിരിച്ചു വരും. ചേച്ചി ദേ, നിങ്ങൾ രണ്ടുപേരും അവരോടൊപ്പം പോയാ പിന്നെ അച്ഛന്റെ പകുതി വിഷമം മാറും. പിന്നെ അച്ഛന്റെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവായി ഞാനേ ഉണ്ടാവും. ആ വേദന എങ്ങനെയെങ്കിലും അച്ഛൻ സഹിക്കും. നിന്റെ കാര്യത്തിലും അച്ഛന് ചില പ്രതീക്ഷകളും കണക്കൂട്ടലൊക്കെ ഉണ്ട് മോളെ. നിന്നെ മക്കളെ അച്ഛൻ എന്തായാലും തനിച്ചാക്കില്ല. അച്ഛനുള്ളിടത്തോളം കാലം ഞങ്ങൾ തനിച്ചാവില്ലല്ലോ ചേച്ചി. അനുചേച്ചി ഇന്ദ്രേട്ടന്റെ കൂടെയും ദയ ശബരിയുടെയും കൂടെ പോയ അച്ഛൻ തിരിച്ചു വരും. അതിനു വേണ്ടിയാണ് നമ്മൾ ഇനി ശ്രമിക്കേണ്ടത്. നമ്മുടെ അച്ഛൻ എത്രയും വേഗം നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരണം. അച്ഛൻ വന്നിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഇന്നലെ ഇവിടെ പറയേണ്ടതായിരുന്നു. അച്ഛൻ ഇന്ന് പഞ്ചരത്നത്തിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷ പറയാതിരുന്നെ. നിന്റെ കോളേജിലെ കാര്യം എന്തെങ്കിലും ആണോ? അതെ. അത് പിന്നെ അവിടെ ജീവൻരാജ് വന്നിരുന്നു. അവന് PG എക്സാമിൽ റാങ്ക് ഉണ്ട്. കോളേജിലെ ഫസ്റ്റും യൂണിവേഴ്സിറ്റി ലെവലിൽ 7ാം റാങ്കും. അതിന് നിനക്കെന്താ? നീ എന്തിനാ ഇതൊക്കെ അച്ഛനെ അറിയിക്കാൻ പോകുന്നേ? എന്നെ പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് വിളിപ്പിച്ചു ചില കാര്യങ്ങൾ പറയാൻ.